ഇപ്പോൾ നേരത്തെ പറഞ്ഞു 500 കോടിക്ക് താഴെയുള്ളതിനെയാണ് ഈ പറഞ്ഞ MSME. അപ്പോൾ അതിൽ ഈ മൈക്രോ, സ്മോൾ, മീഡിയം, മൈക്രോ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്രയാണ്? ഈ ടേൺ ഓവർ അല്ലേ പറയുന്നത്? 500, അത് ഒരു വർഷം 500 കോടി രൂപയ്ക്ക് താഴെ ടേൺ ഓവർ വരുന്നതിനെയാണ് MSME എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മൈക്രോ, സ്മോൾ, മീഡിയം എങ്ങനെയാണത്? അത് നമുക്ക് MSMEയുടെ സൈറ്റിൽ നമുക്ക് ആർക്കും ഓൺലൈനിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. എങ്കിലും ഞാൻ പറയാം. അതിൽ മൈക്രോ വരുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റും ടേൺ ഓവറും 2.5 കോടി വരെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് മൈക്രോ. അപ്പോൾ 0 മുതൽ 2.5 കോടി വരെ 10 കോടി ടേൺ ഓവർ വരെ ആണ് മൈക്രോയിൽ വരുന്നത്. ഓക്കെ. സ്മോളിൽ വരുമ്പോൾ 25 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 100 കോടി ടേൺ ഓവറും. പിന്നെ 125 കോടി ഇൻവെസ്റ്റ്മെൻറ്റും 500 കോടി ടേൺ ഓവറുമാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള MSMEകളുടെ റേഞ്ച് വരുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ളതൊക്കെയാണ് പിന്നെ നമ്മൾ ലാർജ് സ്കെയിൽ എന്ന് പറയുന്നത്. 500 കോടി വരെ നമുക്കൊരു മൊബൈലിൽ കൺട്രോൾ ചെയ്യാൻ ഇന്ത്യയിലെ ഓരോ പൗരനും കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുക. മൾട്ടി ടാസ്ക്കാണ് ഇപ്പോഴത്തെ ഒരു രീതി. പണ്ടൊക്കെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ ഒറ്റ ബുക്ക് ഉണ്ടാവുള്ളൂ 1ാം ക്ലാസ്സിൽ. ഇന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് എത്ര ബുക്കാണ്? അതേ പ്രായത്തിൽ അതുപോലെ പഠിക്കാനുള്ള മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലക്ച്വൽ പവർ നമുക്ക് ഇന്ന് ആളുകൾക്കുണ്ട്. ആ നിലയ്ക്ക് വളരണം. MSME എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മീഡിയം, സ്മോൾ, മൈക്രോ, സ്മോൾ, മീഡിയം. യെസ്. ഇത് ഏതൊക്കെ ടൈപ്പ് ഓഫ് സെക്ടേഴ്സാണ്? ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാനൊരു ട്രേഡിങ് നടത്തുന്നതാണ്. ഇപ്പോൾ ഞാനൊരു സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ മാനുഫാക്ചറാണ്. ഞാൻ വേറൊരു മാനുഫാക്ചേഴ്സിൻ്റെ എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ മാത്രം ചെയ്യണമെങ്കിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ടറാണ്. ഞാനൊരു സർവീസ് സെക്ടർ നടത്താണ്. ഇപ്പോൾ ഞാൻ സാറിനെയൊക്കെ പോലെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു മീഡിയ സർവീസ് കൊടുക്കുന്ന സർവീസാണ്. ഇതെല്ലാം MSMEയിൽ പെടുന്നതാണോ? അതെ, 3 കാറ്റഗറി ഉണ്ട്. നേരത്തെ പ്രൊഡക്ഷൻ യൂണിറ്റിന് വേണ്ടി മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. പിന്നീട് ട്രേഡും കൂടി വരുത്തി. ഇപ്പോൾ 3 സെക്ടറും നമുക്ക് ഒരുപോലെ MSMEയുടെ അണ്ടറിൽ വരും. ഈ സർവീസസിൽ വരും. 3 സെക്ടേഴ്സും MSMEയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു NIC കോഡുണ്ട്. നമ്മൾ MSME രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അത് ഈ സർവീസിൻ്റെ ഈ 3ൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും NIC കോഡുകൾ ജനറേറ്റ് ചെയ്ത് വരിക. ഇപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണമെങ്കിൽ, ഇപ്പോൾ എനിക്കൊരു മാനുഫാക്ചറിങ് യൂണിറ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു സർവീസോ എല്ലാത്തിനും ഒരേ പ്രൊസീജിയേഴ്സ് ആണോ? ഞാൻ പറഞ്ഞ അതിൻ്റെ ഒരു ലീഗൽ പ്രൊസീജിയേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും ഒരു ഓഫീസ് സ്പേസ് എടുക്കുന്ന മുതൽ കമ്പനി രജിസ്ട്രേഷൻ, GST, കുറേ കാര്യങ്ങൾ വേണമല്ലോ. അതെല്ലാം നിങ്ങൾ ഈ നിങ്ങളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം? എല്ലാത്തിനും ബേസിക് ഒരേ കാര്യം തന്നെയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഉദ്യം രജിസ്ട്രേഷൻ അല്ലെങ്കിൽ MSME രജിസ്ട്രേഷൻ. അത് എവിടെയാണ് ചെയ്യേണ്ടത്? അത് ഓൺലൈനിൽ നമുക്ക് പോർട്ടലിൽ ഫ്രീ ആണ്, എല്ലാവർക്കും ചെയ്യാം. ഒരു വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയം പോലും വേണ്ട. നമുക്കൊരു എൻ്റർപ്രണറായിട്ട് നമുക്ക് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം. നമുക്കെല്ലാം ആധാറുണ്ട്. നമ്മൾ എന്നൊരു ഐഡൻറ്റിറ്റി നമ്മുടെ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റിയാണ്. നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ് ഉദ്യം ആധാർ അല്ലെങ്കിൽ MSME രജിസ്ട്രേഷൻ. അത് രജിസ്ട്രേഷൻ മാത്രമാണ്, മറ്റുള്ള ലൈസൻസ് അല്ല. അതിനെ ബേസ് ചെയ്തിട്ട് വേണം ബാക്കി എല്ലാത്തിനും നമുക്ക് മുന്നോട്ട് പോകാൻ. ഇപ്പോൾ ലോണാണെങ്കിലും GST എടുക്കണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഈ ഉദ്യം ആധാർ രജിസ്റ്റർ നമ്പറാണ് പ്രധാനം. അതിലെന്താണ് രജിസ്റ്റർ ചെയ്യുന്നത്? ഇപ്പോൾ ഈ പറഞ്ഞ ഉദ്യം അതിൽ വേണ്ടത് നമ്മളുടെ ഒരു പ്രൊപ്പറേറ്റർ ഒരു പേരുണ്ടാവും, ബിസിനസ് നെയിം. അതായത് നമ്മുടെ പേരാണോ, വ്യക്തിയുടെ പേരാണോ, അതൊരു സ്ഥാപനത്തിന്റെ പേര്? അത് എന്തും ആവാം. അതിപ്പോൾ എനിക്ക് ഒരു ഓൺലൈൻ ചാനലാണെങ്കിലും അതെ ആവാം, അല്ലെങ്കിൽ ഒരു ഷോപ്പ് ആണെങ്കിലും ആവാം. ഒരു ബിസിനസ് പേര് അത് ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു പേരാണ്. ഞാൻ സെലക്ട് ചെയ്യുന്ന ഒരു പേര് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. അത് നമ്മുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പേര്. അതാണ് പ്രധാനമായിട്ട് വേണ്ടത്. പിന്നീട് അത് വേണ്ടത് നമുക്ക് നമ്മുടെ ആധാർ അഡ്രസ്സ്, പാൻ ഡീറ്റെയിൽസ് വേണം. ഈ പറഞ്ഞ പ്രൊപ്പറേറ്റർ നിലവിലുള്ള ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം. ഇത് 3 മതി. പിന്നെ നമുക്ക് വേണ്ടത് ഏത് യൂണിറ്റാണ് നമ്മൾ തുടങ്ങുന്നത്, സർവീസാണോ, പ്രൊഡക്ഷനാണോ, അതോ ട്രേഡാണോ, അതിൻ്റെ സെലക്ഷനാണ് അടുത്തത്. പിന്നീട് അതിനനുസരിച്ചിട്ടുള്ള NIC കോഡുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പൂർത്തിയായി. ഇത്തരം കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യാനുള്ളൂ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ഗുണം എന്താണ്? ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണേ, ഞാൻ ചോദിച്ചു ഇപ്പോൾ ഇത് രജിസ്റ്റർ ചെയ്തു, പക്ഷേ എനിക്ക് അടുത്ത 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് ബിസിനസ്സിലോട്ട് ഇറങ്ങണ്ടെങ്കിലും ഇത് അതിനൊരു വാലിഡിറ്റി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് വാലിഡിറ്റി ഇല്ല. അപ് ടു എൻഡ് ഓഫ് ലൈഫ് നമുക്ക് ഇതിന് മതി. ആധാർ കാർഡ് പോലെ തന്നെയാണ് ഉദ്യം ആധാർ രജിസ്ട്രേഷൻ നമ്പർ. അത് ഒരു ID കിട്ടും. ഒരു ID ഈ ഒരു ബിസിനസ്സിന് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഞാൻ ID കൊടുക്കില്ല. ആ ആധാർ നമ്പറിൻ്റെ ബേസിലാണ് നമുക്ക് ഉദ്യം ആധാർ ജനറേറ്റ് ചെയ്യുന്നത്.
ഉദ്യം ആധാർ നമ്പർ ജനറേറ്റർ അനുസരിച്ചിട്ടാണ് പാൻ കാർഡ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഈ കമ്പനി പാൻ കാർഡ്, കമ്പനിക്കുള്ള പാൻ കാർഡ്, കമ്പനിക്കോ അല്ലെങ്കിൽ പ്രൊപ്പറേറ്ററി പാൻ കാർഡ്, അത് നമ്മൾ പേഴ്സണൽ പാൻ കാർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്നും ഇൻ്റർ റിലേറ്റഡ് ആണ് എവിടെ ചെന്നാലും. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ പറഞ്ഞ ഇത് കിട്ടി, ഉദ്യം പോർട്ടലിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത ശേഷം ഞാൻ ആ ബിസിനസ് പിന്നെ നടത്തുന്നില്ലെങ്കിൽ അപ്പോൾ ഇത് പിന്നെ ക്യാൻസൽ ചെയ്യണോ? ക്യാൻസൽ ചെയ്യണമെങ്കിൽ ചെയ്യാം, അതവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഏതെങ്കിലും കാലത്ത് തുടങ്ങിയാലും മതി. ഈ ഐ ഡി തന്നെ യൂസ് ഈ ഐ ഡി തന്നെ യൂസ് ചെയ്യാം.